എറണാകുളത്ത് മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടാണ്. മൂവാറ്റുപുഴ ഇലാഹിയ നഗറിൽ നേരിയ തോതിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. നിലവിലെ 5 ക്യാമ്പാണ് തുറന്നിരിക്കുന്നത്. എറണാകുളത്ത് ഇന്ന് രാവിലെ മുതൽ നല്ല രീതിയിൽ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ എറണാകുളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴയിലെ ഇലാഹിയ നഗറിലാണ്. മൂവാറ്റുപുഴയിൽ തന്നെ കൊച്ചങ്ങാടിയിലും ഈ ഇലാഹിയ നഗറിലുമൊക്കെ വലിയ തോതിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ വെള്ളക്കെട്ട് ഉണ്ടായി. ഇപ്പോൾ നേരിയ തോതിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. മൂവാറ്റുപുഴ ആറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു താഴ്ന്ന പ്രദേശമാണിത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നേരെ കാണുന്നത് തോടാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അത് തോടാണോ റോഡാണോ എന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെയാണ് വെള്ളം കയറി കിടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം കയറിയതിനെക്കാട്ടിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഈ മതിലുകളും അതോടൊപ്പം തന്നെ വീടിന്റെ ഭിത്തികളും ഒക്കെ നോക്കിയാൽ എത്രമാത്രം കഴിഞ്ഞ ദിവസം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാകും. ഇന്നലെ തന്നെ, അതായത് വെള്ളം കയറി തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. സാധനങ്ങളൊക്കെ തന്നെ അവർ മാറ്റിയിരുന്നു. നിലവിൽ 5 ക്യാമ്പാണ് തുറന്നിട്ടുള്ളത്. അതിൽ 3 ക്യാമ്പിലും ആളുകളുണ്ട്. ഇനി സ്ഥിതി കൂടുതൽ വഷളാകുകയാണെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കും എന്നത് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ വെള്ളം ഇറങ്ങി തുടങ്ങും എന്നാണ് ആളുകൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലീനിങ്ങും ഒക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് ഭിത്തിയൊക്കെ വൃത്തിയാക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നേതോതിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കാര്യം. ഏകദേശം ഒരു 35ഓളം വീടുകളുണ്ട്. 200-ൽ പരം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രദേശവാസിയോട് തന്നെ ചോദിച്ചു നോക്കാം. ഈ വെള്ളം ഇറങ്ങി തുടങ്ങിയല്ലേ? വെള്ളം ഇപ്പോൾ ഒരു 2 അടി 3 അടിയോടൊപ്പം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒരു രാവിലെ 6 മണിയോടുകൂടിയാണ് വെള്ളം കയറി തുടങ്ങിയത്. ഒരു 35ഓളം വീടുകൾ ഇവിടെ ഉണ്ട്. 100 ആളുകളുടെ മുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ ഇവിടെയാണെങ്കിൽ നഗരസഭയാണെങ്കിലും MLA MP എല്ലാവരും വളരെ നല്ല രീതിയിൽ ഇടപെട്ട് ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി ഫുഡ് മറ്റുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് ചെയ്തേക്കണേ. വേറെ ഇനിയിപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ഇത് ഫുള്ളായിട്ട്. കാരണം വലിയ തോതിലുള്ള മാലിന്യവും മറ്റുള്ള വന്ന് അടിഞ്ഞ് അത് ക്ലീനിങ് ആണ്. സാധനങ്ങളൊക്കെ ഒരു 1ാം നിലയിലുള്ള രീതിയിലുള്ള മാറ്റി, വലിയ രീതിയിൽ വരില്ല എന്നുള്ള അത്രയും 2 ദിവസത്തെ ഒരു മഴയിലുള്ളൂ. അതുകൊണ്ടുള്ളൊരു ഇതിനകത്ത് അങ്ങനെ ഒരു ഇതാ ചെയ്തു. എപ്പോഴും ഇങ്ങനെ ഒരു മഴ വരുമ്പോൾ വെള്ളം കയറുന്ന മൂവാറ്റുപുഴയിൽ ആദ്യം വെള്ളം കയറുന്ന സ്ഥലം ഇത്. എപ്പോഴും വെള്ളം ഈ മഴ പെയ്യുന്നതിൻ്റെ ശക്തമായി കഴിഞ്ഞാൽ ഇവിടെയാണ് ആദ്യം കയറുന്നത്. അതിന്റെ ബുദ്ധിമുട്ട് ഈ ഏരിയക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ഏരിയക്ക്. ഇറങ്ങി തുടങ്ങിയത് ആശ്വാസകരം. എങ്ങനെയാണ് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇത് മുഴുവൻ വൈകുന്നേരത്തോടു കൂടി തന്നെ തീരാനുള്ള ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ബിരോ പാമ്പയ്ക്കൊപ്പം സ്നേഹമോളേനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.